എക്സാം തീരുന്ന ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്നാണെന്നറിയോ? ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ നോക്കുക. എല്ലാ പേപ്പറും മറിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടോ നോക്കുക. അടുത്ത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കുറേ ഇതുണ്ടാവില്ലേ, എ ബി സി എന്ന്, അല്ലെങ്കിൽ 1 2 3 എന്നൊക്കെ സബ് ക്വസ്റ്റ്യൻ ഇതുണ്ടാവും. അത് കൃത്യമായിട്ട് അതിൻ്റെ എ ബി സി ഇട്ടിട്ടുണ്ടോ നോക്കുക. ഓക്കെ. ഇനി അടുത്തത് ആൻസർ ഏതെങ്കിലും എഴുതാനായിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയൂ? സംഭവം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റിലുള്ള നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുക. അത് 1 2 5 ഇവിടെയുണ്ട്, 6 ഇവിടെയുണ്ട്, 7 ഇവിടെയുണ്ട്, അവിടെയുണ്ട്, എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തത്, നിങ്ങൾ അഡീഷൻ ഷീറ്റ് മേടിച്ച് വെക്കുക. അഥവാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചിട്ടേ നിങ്ങൾ കൂട്ടി കെട്ടാവുള്ളൂ. ഓക്കെ. അതിന് മുമ്പായിട്ട് ടീച്ചർ കെട്ടാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഉടനെ എല്ലാം കൂടെ കെട്ടി വെക്കരുത്. എന്തെങ്കിലും അഡീഷൻ ഷീറ്റ് മേടിക്കുകയുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് കെട്ടി വെച്ചിട്ട് എഴുതുക. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ടേബിളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. മാച്ച് ദ ഫോളോയിങ് ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ നേരെയാണോ എഴുതിയേക്കണമെന്നൊന്ന് നോക്കുക. അതുപോലെ ടേബിൾ ആണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഈ ലാസ്റ്റത്തെ 10 മിനിറ്റിൽ നിങ്ങൾ നോക്കുക. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. അടുത്ത വീഡിയോ എന്താണെന്നറിയോ? അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന അറിയാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്നാണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവും. സോ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ടേ പോകാവുള്ളൂ.